ശ്രീ ഷിബു തെക്കുംപുറം. സാർ, ഏവിയേഷൻ ഹബ്ബ് പദ്ധതിയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോളിടെക്നിക്കുകളിലും അനുബന്ധ കോഴ്സുകൾ തുടങ്ങാൻ നടപടി സ്വീകരിക്കുമോ? മുഖ്യമന്ത്രി. സർ, നേരത്തെ ഇവിടെ പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഏവിയേഷൻ പോളിസി. ഇതെല്ലാം തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിന്, എക്കണോമിക് ആക്ടിവിറ്റി പ്രചോദിപ്പിക്കുന്നതിന്, ഉത്തേജിപ്പിക്കുന്നതിന്. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ ശ്രീ നജീവ് കാന്തപുരം ചോദിച്ചതുപോലെ അക്കാഡമിക്കായിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ധാരാളം കോഴ്സുകളുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. ആ പ്രോഗ്രാമുകൾ തുടങ്ങാൻ പറ്റും. നമുക്ക് തന്നെ പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കാൻ പറ്റും. പൈലറ്റ്സിന് ലോകത്തെ എല്ലായിടത്തും ഭയങ്കരമായ ക്ഷാമമാണ്. ഹെലികോപ്റ്റർ പൈലറ്റുകളെ കിട്ടാനില്ല. അപ്പോൾ ഹെലികോപ്റ്റർ പൈലറ്റുകളെ പരിശീലിപ്പിക്കാനുള്ള കേന്ദ്രം ഉണ്ടാവും. സിമുലേറ്റർ അധിഷ്ഠിതമായ ഈ പരിശീലന ക്രമങ്ങളാണ് തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടിയുള്ള സാധ്യത ഈ ഏവിയേഷൻ പോളിസിയിൽ ഉണ്ടാവും, ഉറപ്പായുണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഏവിയേഷൻ ഹബ്ബ് പദ്ധതിയിലൂടെ അതിൻ്റെ ഭാഗമായി കാർഷിക, മത്സ്യ, ഫാർമ മേഖലകൾക്കായുള്ള പാക്ക് ഹൗസുകൾ വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങൾ കൂടാതെ തൊട്ടടുത്തുള്ള കോതമംഗലം പോലുള്ള അനുബന്ധ നഗരങ്ങളിൽ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? ചീഫ് മിനിസ്റ്റർ. സർ, ഇത് ഈ ഏവിയേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഈ ചെറിയ സ്ഥലത്ത്, ഈ കേരളം പോലുള്ളൊരു ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അത് പ്രയോജനപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രദേശമല്ല, ഒരു വലിയ ഏരിയ വികസിക്കും. കാർഷിക മേഖലയ്ക്ക് അതിൻ്റെ ഗുണഫലം ഉണ്ടാകും. കാരണം കാർഷിക മേഖലയിൽ നിന്ന് നമ്മൾ വാല്യൂ ആഡഡ്, നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കയറ്റുമതി നടത്താൻ നമുക്ക് പറ്റും. ഒരുപാട് കേന്ദ്രങ്ങൾ ഇതുപോലെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള ഉൽപ്പാദന സംഭവങ്ങളുണ്ടാവും. കാർഷിക മേഖലയിൽ അതിൻ്റെ വികസനം ഉണ്ടാകും. മത്സ്യ മേഖലയിൽ അതിൻ്റെ മാറ്റം ഒരുപാടുണ്ടാകും. ഒരുപാട് മേഖലകളെ നമുക്കിതുമായി കണക്ട് ചെയ്ത് വികസിപ്പിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഇവിടെ വ്യവസായ മന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ദുബായ് എയർപോർട്ടിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ദുബായ് എയർപോർട്ട്, ദുബായ് ആ സ്റ്റേറ്റിൻ്റെ 28% അവരുടെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ബാംഗ്ലൂർ അന്താരാഷ്ട്ര എയർപോർട്ട്, അത് വളരെ പ്രധാനപ്പെട്ടൊരു എയർപോർട്ടാണ്. അവിടെ എയർപോർട്ടിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് മാത്രമല്ല, അവരതിനെ ഡെവലപ്പ് ചെയ്ത് കർണാടക GDP-യിലേക്ക് ഒരു 4 to 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള സാധ്യതകൾ അവിടെ കണ്ടെത്തി. നമുക്ക് അതിനേക്കാൾ കൂടുതൽ സാധ്യതകളുള്ളതാണ് നമ്മുടെ എല്ലാ പോർട്ടുകളും. ഇപ്പം ഇവിടെ സീ പോർട്ടുണ്ട് തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ സീ പോർട്ടുണ്ട്, അതുപോലെ കോഴിക്കോടും മലബാറിലെ കണ്ണൂരിലെ എയർപോർട്ട്, ഇതെല്ലാം ആ തരത്തിൽ വികസിപ്പിച്ചാൽ നമ്മുടെ കോതമംഗലം ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലെ മലയോര മേഖലയെ, കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ പറ്റും.